നന്മയും സ്നേഹവും നിറഞ്ഞ വൃന്ദാവനത്തിലെ ആ സുന്ദരമായ നാളുകൾ നമുക്കൊന്നോർത്തെടുത്താലോ. ഭഗവാൻ കൃഷ്ണന്റെ ബാല്യകാലം വെറുമൊരു കഥയല്ല, അത്ഭുതങ്ങളും സ്നേഹവും ഇന്നും നമുക്ക് വഴികാട്ടുന്ന വലിയ പാഠങ്ങളും ഒളിപ്പിച്ചുവെച്ച ഒരു വിസ്മയമാണ്. തിളങ്ങുന്ന കണ്ണുകളും വിടരുന്ന കുസൃതി ചിരിയുമായി നടന്ന ആ കുഞ്ഞിക്കണ്ണൻ തന്റെ സാന്നിധ്യം കൊണ്ട് ഓരോ വീടിനെയും സ്വർഗമാക്കി മാറ്റി. കണ്ണന് ഏറ്റവും ഇഷ്ടം വെണ്ണയായിരുന്നു. ഗോപികമാർ വെണ്ണയുണ്ടാക്കി ഉറിയിൽ കെട്ടിത്തൂക്കുമ്പോൾ കണ്ണന്റെ കുഞ്ഞു മനസ്സിൽ തന്ത്രങ്ങൾ മെനയപ്പെടും. കൂട്ടുകാരെ ഒപ്പം കൂട്ടി പീഠങ്ങളും കുട്ടകളും ഒന്നിനു പുറമെ ഒന്നായി അടുക്കി വെച്ച് അവനാ വെണ്ണ പാത്രത്തിലേക്ക് എത്തിച്ചേരും. മുഖത്തും മുടിയിലുമെല്ലാം വെണ്ണ തേച്ച് ആസ്വദിച്ച് കഴിക്കുമ്പോഴും കണ്ണൻ ഒരു കാര്യം മറന്നില്ല. തന്റെ കയ്യിലുള്ള വെണ്ണ അവൻ കൂട്ടുകാർക്കും അവിടുത്തെ കുരങ്ങന്മാർക്കും സന്തോഷത്തോടെ വീതിച്ചു നൽകി. സന്തോഷം പങ്കുവെക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ആ വെണ്ണ കള്ളൻ. കണ്ണന്റെ വികൃതികൾ സഹിക്കവയ്യാതെ ഒരു ദിവസം അമ്മ യശോദ അവനെ ഒരു ഉരലിൽ കെട്ടിയിട്ടു. അമ്മയുടെ സ്നേഹത്തിനു മുന്നിൽ ആ ഭഗവാൻ സ്വയം കീഴടങ്ങി. എന്നാൽ ആ ഉരലുമായി മുറ്റത്തേക്ക് നീങ്ങിയ അണ്ണൻ 2 വലിയ മരങ്ങൾക്കിടയിലൂടെ കടന്നുപോയി. ഉരൽ ആ മരങ്ങൾക്കിടയിൽ കുടുങ്ങിയപ്പോൾ കണ്ണൻ അതൊന്നു വലിച്ചു. ആ വൻമരങ്ങൾ കടപുഴകി വീണപ്പോൾ അവിടെ തെളിഞ്ഞത് ശാപമോക്ഷം ലഭിച്ച ദിവ്യരൂപങ്ങളായിരുന്നു. ഓരോ ചെറിയ കുസൃതിക്ക് പിന്നിലും ഒരു വലിയ ഉദ്ദേശ്യമുണ്ടെന്ന് അന്നത്തെ ഗ്രാമം അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. ഈ കഥ നമ്മോട് പറയുന്നത് മറ്റൊന്നുമല്ല, സ്നേഹവും ജിജ്ഞാസയും മറ്റുള്ളവരോടുള്ള കരുണയും ഒരേപോലെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. സ്നേഹത്തോടെയുള്ള നിയന്ത്രണങ്ങൾ നമ്മെ പക്വതയുള്ളവരാക്കും. സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ അത് ഇരട്ടിയായി നമുക്ക് തന്നെ തിരികെ ലഭിക്കും. ആ കുഞ്ഞിക്കണ്ണന്റെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളിലും വലിയ നന്മകൾ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഈ കൊച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പുരാണ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.